ശ്രീ എ കെ ശശീന്ദ്രൻ, താങ്കൾ ഈ ഒരു പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അജിത് പവാർ പക്ഷത്തെ നേതാവ് മുഹമ്മദ് കുട്ടി അദ്ദേഹം പറഞ്ഞത് ഔദ്യോഗിക പക്ഷത്തിൽ നിന്ന് ഔദ്യോഗിക പക്ഷം അജിത് പവാറിനൊപ്പം നിൽക്കാത്ത എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെ രാജിവെക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു പ്രസ്താവനയോട്? ഒന്നാമത് അങ്ങനെ ആവശ്യം മുന്നോട്ട് വെക്കാൻ മാത്രമുള്ള ഒരു അധികാര സ്ഥാനമല്ല അദ്ദേഹത്തിനുള്ളത്. രണ്ട്, NCP കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. മമ്മൂട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടി മഹാരാഷ്ട്രയിൽ BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. NCPയുടെ ദേശീയ അംഗീകാരം 1.5 വർഷം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ റദ്ദാക്കിയിരുന്നു എന്ന വസ്തുത പോലും അറിയാതെയാണ് അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അയക്കുന്നത്. കാരണം CPI ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് അംഗീകാരം നഷ്ടപ്പെട്ട ഒരു ഉത്തരവുണ്ടായിരുന്നല്ലോ, അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതിനുശേഷം മഹാരാഷ്ട്രയിലും മേഘാലയയിലും മാത്രം സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി. ഞങ്ങളുടെ പാർട്ടിക്ക് ദേശീയ അംഗീകാരം കിട്ടണമെങ്കിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് കൂടുതൽ MLAമാരെയും MPമാരെയും ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് ഇപ്പോൾ നൽകാനോ കത്ത് നൽകാനോ അങ്ങനെ ഒരു ആവശ്യം ആധികാരികമായി എന്റെ മുമ്പിൽ ഉന്നയിക്കാനോ ഇപ്പോൾ അജിത് പവാർ നയിക്കുന്ന വിഭാഗത്തിലെ ആർക്കും തന്നെ യാതൊരു അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല. ശ്രീ കെ ശശീന്ദ്രൻ, അതായത് ഈ മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിന്റെ ആരോപണം എന്ന് പറയുന്നത് തീർത്തും ഒരു രാഷ്ട്രീയമായി മാത്രം വ്യാഖ്യാനിച്ചാൽ മതിയോ? അങ്ങനെയാണോ? അല്ലാതെ അദ്ദേഹം രാഷ്ട്രീയമായല്ലേ ആവശ്യപ്പെടുന്നത്, അപ്പോൾ രാഷ്ട്രീയമായല്ലേ വ്യാഖ്യാനിക്കേണ്ടത്. ശരി, ഇപ്പൊ എന്താണെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാറിന്റെ പാർട്ടിക്ക് NCPക്ക് അവരെയാണ് ഔദ്യോഗിക NCP ആയിട്ട് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. താങ്കൾ ശരത് പവാർ മാത്രം മഹാരാഷ്ട്രയിലും മേഘാലയയിലും മാത്രം. ഓക്കെ, അപ്പോ എന്താണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ NCPയെ ഇത് യാതൊരു തരത്തിലും ബാധിക്കില്ല അല്ലെ? സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നതാണെന്ന സ്ഥിതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ വരുത്താതിരിക്കാനോ ഒരു അധികാരവുമില്ലാത്ത ആളാണ് മമ്മൂട്ടി. അദ്ദേഹം അതാണ് മനസ്സിലാക്കേണ്ടത്. ശരി ശരി, ശ്രീ എ കെ ശശീന്ദ്രൻ, വളരെ നന്ദി പ്രതികരിച്ചതിന്.